എവിടെല്ലാം സാരികൾ തന്നെ സാരികളാണ്. അപ്പുറത്ത് അവിടെയോ ഞങ്ങൾക്കറിയത്തില്ല എവിടാന്ന്. ഞങ്ങൾ ഇവിടെ ഇരിക്കും അല്ലേ. നോർത്ത് ഇന്ത്യൻ താടിക്കകത്ത് ഇതൊന്നുമില്ല. ഇവിടെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വെറൈറ്റി കാണുന്നത്. ഇതാണുള്ളത്. ഇത് വിശാഖപട്ടണത്തിലെ നോവോട്ടൽ ഹോട്ടലാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ സൈഡിലായിട്ട്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഞങ്ങൾ ഇന്നത്തെ ദിവസം വിശാഖപട്ടണത്തില് കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ടൗൺ സെന്ററിലേക്ക് പോവാണ്. നമ്മുടെ കൂടെ ഇന്നുള്ളത് ശ്രീകാന്ത് ആണ്. ഹായ് ശ്രീകാന്ത്. ഹായ് ഹായ്. ഞങ്ങൾ 4 പേരാണ് പോണത് ഇന്ന്. ദേണ്ട ചേച്ചിയുണ്ട്, ശ്രീനു, ദേവിൻ പുറയിലുണ്ട്. മമ്മി പപ്പായും വന്നില്ല. പപ്പയുടെ ഒരു ഫ്രണ്ട് വീട്ടിൽ വരുന്നുണ്ട്. പിന്നെ ഒരാഴ്ച ഡ്യൂട്ടിയുടെ ആവശ്യത്തിനായിട്ട് പോകണമായിരുന്നു. അവിടെ ഞങ്ങളിങ്ങനെ ഈ ശ്രീകാന്തിൻ്റെ കൂടെ ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സിറ്റി സെൻറ്ററിൽ ചെന്നിട്ട് അവിടുന്ന് വേറെ പ്ലാനുകളൊക്കെ ഉണ്ട്. കൈലാസഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടത്തേക്ക് പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ വന്നത് CMR സെൻട്രൽ എന്ന് പറയുന്ന ഷോപ്പിംഗ് മാളിലാണ്. ഇവിടുത്തെ സെൻട്രൽ മാളാണ്, മെയിൻ മാളാണ് കേട്ടോ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ അകത്തോട്ട് പോവാണ്. വലിയൊരു ക്രിസ്മസ് ട്രീ ഒക്കെ ഇട്ടുണ്ട്. എല്ലാ ഷോപ്സും ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. 3 നിലകളിലായിട്ടുള്ളൊരു മാളാണ്. കൊള്ളാം. റെഡി റെഡി. ട്രെയിനകത്ത് കയറി അവര് കൊണ്ടുപോകും. CMR ഫാഷൻസ്, ലുലു ഫാഷൻസിന്റെ കൂട്ടാണല്ലോ. അല്ല, പോയി കറങ്ങിട്ടൊക്കെ വരാം. വേണ്ടേ ട്രീ ഉണ്ട്. വാച്ച് കമ്പനി, ഇവിടെ എല്ലാം ബർഗർ കിങ്, ഈ കിങ്. അപ്പൊ ആദ്യത്തെ ഫ്ലോറിലാണ് കേട്ടോ. നമ്മളെ വർക്കുകൾ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. വേണേൽ കുതിര, സീബ്രോ ആണെങ്കിൽ സീബ്രോ, ടൈഗർ, എല്ലാം മോനെ ഒന്നും പറയണ്ട. ഇവിടുത്തെ ഹോം ടൗൺ എന്നാണ് ഇതിന് പേര് കേട്ടോ. മറ്റേ ഇതുപോലെ എഴുതത്തില്ലേ, ഹോം സെന്റർ എന്നൊക്കെ എഴുതുന്നുണ്ട്. ഇവിടെ കുറെ ഫാഷൻ സെന്റേഴ്സ് ഒക്കെ ഉണ്ട്. വേണ്ടേ ജെൻസിന്റെ ഒക്കെ ഇവിടെ ആണ്. പാർട്ടി വെയർ അല്ലേ, ഫംഗ്ഷന് നല്ല വെയറിന്. ഇത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് മേടിച്ചാണ്. ലക്കി ഭാസ്കർ ആണ് നമ്മളെ എല്ലാം ഗൈഡ് ചെയ്ത് കേട്ടോ. ലക്കി ഭാസ്കർ. അവരപ്പുറത്ത് വേറെ സാധനങ്ങളൊക്കെ എടുക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. പിന്നെ ഇവിടോട്ട് നോക്കി, എന്റെ പുറകിലൊക്കെ നോക്കി. സാരികൾ എന്ന് പറഞ്ഞാണല്ലോ, നമ്മുടെ നാട്ടിലെ പോലൊന്നുമല്ല സാരികൾ. ഇഷ്ടം പോലെ കളക്ഷൻസ് ആണ്. നോക്കിയാണ്ടോ, സാരികൾക്കായിട്ട് അതിവിശാലമായ ഷോറൂം നമുക്ക് നമ്മുടെ നാട്ടിൽ പറയുന്നേ ഉള്ളൂ. ഒരുപാട് വ്യത്യസ്തമായ സാരികൾ കേട്ടോ. ഞാൻ കാണിക്കാം, അതിൻ്റെയൊക്കെ പേരുകളൊക്കെ ഉണ്ടോ. ഇവിടെ പ്രിന്റഡ് ഫാൻസി സാരി. ക്യാമറ തിരിക്കണ്ട, ഇങ്ങനെ കാണിച്ചാണ്. ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ അതിവിശാലമായ ഷോറൂം. വേറെ വല്ലവരും നമ്മളെ പിടിച്ച് ചാളയ്ക്കോ നോക്കി കണ്ടോ. എവിടെല്ലാം സാരികൾ തന്നെ സാരികളാണ്. അപ്പുറത്ത് അവിടെയോ ഞങ്ങൾക്കറിയത്തില്ല എവിടാന്ന്. ഞങ്ങൾ ഇവിടെ ഇരിക്കും അല്ലേ. അതെ അതെ അതെ, ഞങ്ങളിവിടെ സ്വസ്ഥമായിട്ടിരിക്കും കേട്ടോ. നോക്കിയാ എന്റെ പുറകിലോട്ട് നോക്കി കേട്ടോ. അതെല്ലാം സാരിയാണ്. വേണ്ട വേണ്ട, ഭയങ്കര ഷോപ്പിംഗ് അല്ലേ. ഞങ്ങളെ ഒരു ബ്ലൗസ് വാങ്ങിച്ചതാ. വേണ്ട, 2 പേര് വരുന്നതാണോ. എന്തുവാണേ, എവിടാ ഇത് അതിവിശാലമായ. എടി സാരി എന്ന് പറഞ്ഞാൽ ഇവിടെ നാട്ടിലെ പോലെ സാരി ഒന്നുമില്ല കേട്ടോ. എന്തെല്ലാം പേരുകളാന്ന് നോക്കിയാനേ. ഇവിടത്തെ സാരിയുടെ കളക്ഷൻസ് നമുക്ക് ഉണ്ടായിരുന്നു. ഫാൻസി സാരി, ന്യൂ അറൈവൽസ്. ഇങ്ങോട്ട് ഫാൻസി സാരീസ്. നമ്മളെ
മഹേശ്വരി വർക്ക് സാരീസ്, ഫാൻസി സാരീസ്, നോക്ക് ഓർഗൻസ ഹായ്, ചന്തേരി പട്ടു വർക്കുള്ള സാരീസ് നീ കാണിക്കാമേ. ഈ ഇഷ്ടം പോലെയാണ് കേട്ടോ. കിतना റേറ്റ് ആണ് പട്ട്? 5000 സ്റ്റാർട്ടിങ്. 5000 മുതൽ സ്റ്റാർട്ടിങ്. സിക്കോ സാരീസ്. സിക്കോ എന്ന് പറഞ്ഞാൽ സിക്കോ ക്യാ വെറൈറ്റി? കോട്ടൺ മിക്സ്. ഓക്കെ. നമ്മൾ കണ്ടിട്ടില്ലാത്ത സാരീസാണ് കേട്ടോ. പട്ട് ഫാൻസി പ്യുവർ കടിയലോ സിൽക്ക് സിൽക്ക് സാരീസ്. ബാംഗ്ലൂർ ഫാൻസി, ധർമാവരം പട്ട്, ആരണി സാരീസ് വാട്ട് റേഞ്ച്? 15,000 സ്റ്റാർട്ടിങ്. കണ്ടോ ഓരോരോ റേഞ്ച് നമ്മൾ കണ്ടിട്ടില്ല. കാഞ്ചീപുരം പട്ട്, കാഞ്ചിപ്പട്ട്, പിന്നെ കലംകാരി ഇവിടത്തെ അല്ല. അത് ശരി. ഇതാണ്ട് നോക്കിയാൽ ഡിസ്പ്ലേ ചെയ്തേക്കുന്നുണ്ടോ? അടിപൊളിയല്ലേ? സൂപ്പറാണ് കേട്ടോ. ഇഷ്ടം പോലെ നോക്കിയാൽ. പിന്നെ ഈ ചിരാല ഇതുണ്ടോ? എങ്ങനെ ഇത് ചെയ്യിക്കുന്നത്? ചിരാല ആന്ധ്ര. ഓക്കെ. ദിസ് വാട്ട് റേഞ്ച് ആണ് ദിസ് കലംകാരി? 1,000 to 10,000. 1,000 to 10,000. Very nice. See? And here Chirala, Rasipuram, Venkatagiri. Okay. നോക്കിയേ ഡിസൈനർ കാറ്റലോഗ്. ഇവിടെല്ലാം ഡിസൈനർ സാരീസ് ഒക്കെ ഉണ്ട് കേട്ടോ. നോക്കിയാൽ എത്ര വെറൈറ്റി ആണെന്ന് പറയാം. സാരീസ് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇഷ്ടം പോലെ വേണ്ട. നോക്കിയേ കണ്ടോ? ഇത്രയും വലിയ കളക്ഷൻസ് നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല. ഇത്രയും കളക്ഷൻസ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. നോക്കിയേ കണ്ട ഇതാണോ നല്ലത്? അതാണ് നമ്മളവിടെ കണ്ടത്. ഇതാണുള്ളത്. ഇത് അതാണ് എടുത്ത് തന്നത്. ഇവിടെ നമ്മൾ സാധനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ഗിഫ്റ്റ് ഒക്കെ മേടിക്കാനായിട്ട് വേണ്ട ക്യൂ ആയിട്ട് നിൽക്കുകയാണ് ആൾക്കാർ. രണ്ടുപേരോടെ ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഐഫോൺ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചോണ്ടാണ് രണ്ടുപേരും എത്തിയിരിക്കുക. എന്തൊക്കെയാണ് ഗിഫ്റ്റ്? വലുതായിട്ട് പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ ഐഫോൺ പ്രതീക്ഷിച്ചു. ഐഫോൺ 16 ആണ്. ഓക്കെ, അടിപൊളി. ഇത് മാക്ബുക്ക് പ്രോ മാക്സ്. എന്തായാലും അടിപൊളി ഒരു ഷോപ്പിംഗ് സ്ഥലമാണ് കേട്ടോ. നല്ല ഡ്രസ്സിൻ്റെ കാര്യം എടുത്തു പറയണം. ഇത് CMR ഫാഷൻസ് എന്നാണ് ഇതിൻ്റെ പേര്. എൻ്റെ പൊന്നെ എന്തോരം സാരിയാണെന്നറിയാം. സാരി കണ്ട് സത്യം പറഞ്ഞാൽ കണ്ണു മഞ്ഞളിച്ച്. പിന്നെ ഇതിൻ്റെ മേളിൽ മുംബൈ കുൾഫി, ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. വണ്ടിയിൽ കയറാനായിട്ട് പോവാണ്. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ്. ഇന്ന് ഉച്ചയ്ക്ക് നമ്മളൊരു താലിയൊക്കെ കഴിക്കാനായിട്ട് നോക്കുവാണ്. എവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോവാം. നമ്മളിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നത് ദസ്പല്ല എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ കുറേ ഹോട്ടൽസ് ഉണ്ട്. വൈശാഖ്, ധരണി, ഡിംപിൾ, ദക്ഷിൺ, ധരണി കണ്ടോ. ഇത് വെജ് റെസ്റ്റോറൻ്റാണ്. നല്ല തിരക്കാണ് കേട്ടോ. ഓക്കെ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു സീറ്റ് കിട്ടി. ഇവിടെ തിരക്കുണ്ട്. ഇവിടെ വരുമ്പോൾ നമുക്ക് വേണ്ടോ അടിപൊളിയായിട്ട് അൺലിമിറ്റഡ് ആയിട്ട് പപ്പടമൊക്കെ തരും. പപ്പടവും കൊണ്ടാട്ടം പോലെ സാധനം. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ താലി, 2 സൗത്ത് ഇന്ത്യൻ താലി, പിന്നെ കേർഡ് റൈസ്, തൈര്, സാദം. അത്രയൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. വന്നിട്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ ഈ പപ്പടം ഗംഭീരമാണ് കേട്ടോ, കൊള്ളാം. സൗത്ത് ഇന്ത്യൻ താലി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ചെറിയ 2 പൂരിയുണ്ട്, തൈരുണ്ട്, സ്വീറ്റ്സ് ഉണ്ട്, ഇച്ചിരി റൈസ് വെച്ചിട്ടുണ്ട്, പിന്നെ കറികൾ, ദാല്, പിന്നെ ഒരു ചമ്മന്തി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് സൗത്ത് ഇന്ത്യൻ താലി. വീണ്ടും പപ്പടം കൊണ്ടുവന്ന് നിറച്ചു. ഇത് സാബുദാന പപ്പടമാണ് കേട്ടോ. പപ്പടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൗവരി വേണ്ടേ. നോർത്ത് ഇന്ത്യൻ താലിക്കകത്ത് ആദ്യമേ വേണ്ട സൂപ്പൊക്കെ വരും. ക്രീം ഓഫ് ടൊമാറ്റോ. താലി കഴിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊന്നും വരത്തില്ല. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ താലിക്കകത്ത് ഇതൊന്നുമില്ല. പക്ഷേ ഇവിടെ ആദ്യമായിട്ട് ഇങ്ങനൊരു വെറൈറ്റി കാണില്ല കേട്ടോ. നല്ലൊരു പോർഷൻ സൂപ്പ് ഉണ്ടോ. പൂരി നമ്മൾ ചോദിച്ചു, പൂരി ആവശ്യം കൊണ്ടുവന്നു. നോർത്ത് ഇന്ത്യൻ താലിക്കകത്ത് നമ്മൾ നാനാണ് പറഞ്ഞത്, നാന് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതിനകത്ത് കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് കണ്ടോ.
പനീറുണ്ട് അതിനകത്ത് വ്യത്യസ്തമായിട്ട്. പിന്നെ വേറെ കുറേ കറികളുണ്ട്. ഇവിടെ ഒരാളെടുത്തിരിക്കുന്ന കേർഡ് റൈസ് കണ്ടോ, തൈര് സാധനം കൊള്ളാം അല്ലേ. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഫുഡ്. പിന്നെ റൈസ് അല്ലേ, അടിപൊളി അല്ലേ, നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള അല്ലേ. ഓരോ ക്വാണ്ടിറ്റി ഇഷ്ടം പോലെ തരുന്നുണ്ട്, നല്ല ക്വാണ്ടിറ്റി. ചമ്മന്തി എങ്ങനെയുണ്ട്? ചമ്മന്തിയെ പറ്റി സൂപ്പർ അല്ലേ, തൈര് സാധനം ചമ്മന്തി. വളരെ നല്ല ഫുഡുമാണ്, വളരെ ന്യായമായിട്ടുള്ള റേറ്റ്. താലിയൊക്കെ 300 രൂപയേ ഉള്ളൂ, പക്ഷേ അടിപൊളി താലി എന്ന് പറഞ്ഞാൽ അടിപൊളി താലി. അപ്പം ഞാൻ ആ മാനേജറെ കണ്ട, അയാൾ കൊച്ചിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് കേട്ടോ. ഓക്കെ, ഗുഡ്. ഓക്കെ, നമ്മളിപ്പോൾ ബീച്ച് സൈഡിൽ വന്നതാണ് കേട്ടോ. ഐ ലവ് വൈശാഖ് എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ. ഒരു അടാറ് വ്യൂ പോയിന്റ് ആണ്. ഇവിടെ ഒരു കാര്യം കാണേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു കപ്പൽ പണ്ട് വന്നിട്ട് ഇടിച്ച് കയറി കിടപ്പുണ്ട്. കരയില വന്ന് ഗ്രൗണ്ടായി പോയി, ഇവിടുന്ന് അനങ്ങിയില്ല. പിന്നെ അത് പല സ്ഥലത്തും ഉണ്ട്. നമ്മൾ തങ്കശ്ശേരി കണ്ടിട്ടുണ്ട്, നമ്മുടെ ഒമാനിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്നിട്ട് ആൾക്കാർ അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് ആ ഷിപ്പ് കാണാറുണ്ട്. അതുകൊണ്ട് അവിടെയാണ് ആ ഷിപ്പ് കിടക്കുന്നത്. അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാനായിട്ടാണ് ഞാനിവിടെ കൊണ്ടുവന്നത്. നമ്മൾ പറയുമ്പം അത് നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. കണ്ടോ, ഷിപ്പ് വന്ന് കയറിയിരിക്കുന്നത്. അത് അവിടെയൊക്കെ കടലായിരുന്നു. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കയറി കഴിഞ്ഞപ്പോഴത്തേനും കരയിലേക്കുള്ള സ്ഥലത്ത് കയറി, പിന്നെ അതിന് പോകാനായിട്ട് പറ്റിയില്ല. അതാണ് സംഭവം ഉണ്ടായത്, മനസ്സിലായോ? ഇത് ഇവിടെ വരുന്നതാണ് തെന്നേത്തി പാർക്ക്. ഇതിൻ്റെ എക്സാക്റ്റ് ആയിട്ട് താഴെയാണ് നമ്മുടെ ആ കപ്പല് ഗ്രൗണ്ട് ചെയ്ത് കിടക്കുന്നത്. അതൊരു ബംഗ്ലാദേശി കപ്പലാണ്. 2020 അല്ലേ, 2020 ഒക്ടോബർ 13 അതിവിടെ ഗ്രൗണ്ട് ആയത്. അത് അതിന്റെ പേരെന്തുവാണ്? എംഇവ എന്നാണ്. അപ്പൊ ബംഗ്ലാദേശി മെർച്ചന്റ് വെഹിക്കിൾ വെസൽ, മെർച്ചന്റ് വെസൽ മാ എന്നാണ് അതിന്റെ പേര്. അത് ഇതിന്റെ എക്സാക്ട് ഇതിന്റെ താഴെയാണ് കിടക്കുന്നത് കേട്ടോ. അതിന്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ ഓണേഴ്സ്, അതിന്റെ ഉടമസ്ഥര് പറഞ്ഞു ആ കപ്പൽ എടുക്കാനായിട്ട് അവർക്ക് പൈസ ഇല്ല, ഇവിടുന്ന് വെട്ടി വലിച്ചു കൊണ്ടുപോകണ്ടേ. അപ്പൊ അതിവിടെ കിടക്കുന്നു പറഞ്ഞു. അപ്പൊ ഇവിടെ ഉള്ള എന്തെങ്കിലും പിഴകളൊക്കെ കൊടുത്തു കാണും, അതിവിടെ കിടക്കുകയാണ്. ഇപ്പം ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് അതിനെ ടൂറിസത്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നൊക്കെ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷെ എന്തായാലും ഇപ്പോൾ പബ്ലിക് കാണാനായിട്ട് വരുന്നുണ്ട്. അവിടെ ടിക്കറ്റോ കൗണ്ടറോ എല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട്. ഇത് കൈലാസഗിരിയുടെ മേളിലുള്ള റോപ്പ് വേ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ്. ഈ സൈഡിൽ നോക്കൂ, കുർസുറ സബ്മറൈൻ മ്യൂസിയം കണ്ടോ. വേണ്ട ഒരുപാട് ആൾക്കാരെ കാണിക്കാൻ, പിള്ളേരെ കാണിക്കാൻ. ഇന്ത്യൻ നേവിയുടെ പിള്ളേരാണ് കേട്ടോ. വേണ്ട സബ്മറൈൻ്റെ ഒരു മോഡൽ ഇവിടെ ഉണ്ട്. നോക്കൂ നോക്കൂ നോക്കൂ. പിന്നെ ഇതാണ് നോക്കൂ, സബ്മറൈൻ. മിലിറ്ററിയുടെ ഒരുപാട് സാധനങ്ങളൊക്കെ രണ്ട് സൈഡിലും നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ പാർക്കിങ്ങിന് ഹെലികോപ്റ്റർ ഡിസ്പ്ലേ. അതെ 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 കണ്ടോ. അത് അതുപോലുള്ള കാര്യങ്ങളാണ്. ഇത് RK ബീച്ച് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. RK ബീച്ച് കേട്ടോ. സീ ഹാരിയർ മ്യൂസിയം. ഈ ഭാഗത്ത് എല്ലാം ഇങ്ങനെയുള്ള കാഴ്ചകളെല്ലാം നമുക്ക് കാണാനായിട്ട് ഒരു വിശാഖപട്ടണത്ത് വന്നു കഴിഞ്ഞാൽ. പ്രശാന്ത സായി ഉണ്ട് അവിടെ ഒരു ഫ്ലാറ്റ്. വിശാഖപട്ടണത്തെ ഒരു പോഷ് ഏരിയയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, നോക്കൂ നോക്കൂ നോക്കൂ. തെങ്ങുകളെല്ലാം തന്നെ പിഴുതു കൊണ്ടുവന്ന് വെച്ച തെങ്ങുകളാണ്. നമ്മുടെ സലാലയിലൊക്കെ റീപ്ലാന്റ് ചെയ്യുന്നോട്ട് വെച്ച തെങ്ങുകളാണ്. നല്ല പുഷ്ടിയോടുകൂടി നിൽക്കുന്നു. ചില സ്ഥലങ്ങളിൽ ഓഞ്ഞ തെങ്ങുകളായി നിങ്ങൾക്ക് കാണാം. എന്തോ ഫംഗ്ഷൻ നടക്കാൻ പോവാണ് കേട്ടോ. ഡെമോ നടക്കാൻ പോവാണ് ഇവിടെ. ഓക്കെ നോക്കൂ, OP ഡെമോ 2024 ഓപ്പറേഷണൽ ഡെമോൺസ്ട്രേഷൻ ആണ് ഇന്ത്യൻ നേവിയുടെ. അപ്പം നിങ്ങൾക്കത് കാണാം. ഹെലികോപ്റ്ററൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് പ്രകടനങ്ങൾ നമുക്കിവിടെ കാണാനായിട്ടൊന്ന് പറ്റും. മത്സ്യദർശിനി അക്വാ മ്യൂസിയം, അക്വേറിയം നോക്കൂ. വാഹനങ്ങളെല്ലാം തന്നെ പാർക്ക് ചെയ്ത് വളരെ ജനങ്ങൾ ഇന്ന് ഇടിച്ച് നോട്ട് അവിടെ അവിടെ ഡെമോ നടന്നോണ്ടിരിക്കുന്നു കേട്ടോ. നോക്കിയേ, പാറ്റൻ ടാങ്കിന്റെ ഒക്കെ ഇതാ കുതിര ഓടിപ്പോകുന്നു. അയ്യോ നോക്ക, ആ ബസ് ബേ കണ്ടോ RK ബീച്ചില്. വിശാഖപട്ടണത്തിലെ നോവോട്ടൽ ഹോട്ടലാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ സൈഡിലായിട്ട് വലിയ ഹോട്ടലാണല്ലോ നോവോട്ടൽ. അപ്പാർട്ട്മെന്റ്സ് നിങ്ങൾക്ക് കാണാം. വലിയ വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ നിങ്ങൾക്ക് കാണാം.